പ്രതികൂല കാലാവസ്ഥയിലും പൊന്നും നേട്ടം കൈവരിച്ച പാവർട്ടി സെന്റ് ജോസഫ് സ്കൂളിലെ കൗമാര കുട്ടികൾക്കിത് ഇരട്ടി മധുരം. മഴമേഘങ്ങൾ കൂടുകൂട്ടിയതോടെ കായികമേളയുടെ രണ്ടാം ദിനത്തിലെ സബ് ജൂനിയർ ആൺകുട്ടികളുടെ 4x100 റിലേ മത്സരം ഏറെ വൈകിയാണ് നടന്നത്. ഇരുട്ടുപടർന്ന ട്രാക്കിലൂടെ വെളിച്ചം തേടി ഓടിയാണ് അദ്വൈതും അയാനും മുഹമ്മദ് ഐസാനും ഒജിൻ കൃഷ്ണയും സുവർണ്ണ മെഡൽ കൈപ്പിടിയിൽ ഒതുക്കിയത്. ഫസ്റ്റ് ഹീറ്റ്സിൽ തന്നെ സെക്കൻഡ് ആയിരുന്നു. പിന്നെ ലാസ്റ്റിലാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം വന്ന് ഇതായത്. ഇരുട്ടായിരുന്നു, പിന്നെ അധികം ഒന്നും കണ്ടു കാണില്ല. പിന്നെ അവൻ്റെ അടുത്ത് ഓടാൻ പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഇതായത്. മതിയായ സൗകര്യങ്ങളുള്ള ഗ്രൗണ്ടിന്റെ അപര്യാപ്തതയും ഇവരെ വലയ്ക്കുന്നുണ്ടെങ്കിലും അവയൊന്നും ട്രാക്കിലെ പ്രകടനത്തെ ബാധിച്ചില്ലെന്ന് പരിശീലകനും സാക്ഷ്യപ്പെടുത്തി. ഇവർ ഏറ്റവും ലാസ്റ്റ് ഇവന്റ് ആയതുകൊണ്ട് ഇരുട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. കാരണം ഈ ബാറ്റൺ മാറുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് ചെറിയൊരു കൺഫ്യൂഷൻ, അതിന്റെ ചെറിയൊരു പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായി. എന്നിരുന്നാലും അവർ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തോടെ നല്ല രീതിയിൽ ഓടി ഫിനിഷ് ചെയ്തു. മുല്ലശ്ശേരി ജില്ലയിലെ ആകെ 5 സ്കൂളാണുള്ളത്. ഒറ്റ സ്ഥലത്ത് ഒരു ഗ്രൗണ്ട് ഇല്ല. ആ കുട്ടികളെ ഇവിടെ വൈകിട്ട് 6 മണിക്ക് ശേഷം കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മത്സരത്തിന് കൊണ്ടുവരുന്നത്. ഇതേ സ്കൂളിലെ നസിൻ സീനിയർ വിഭാഗത്തിൽ ഡബിൾ സ്വർണം കരസ്ഥമാക്കിയതും സന്തോഷം ഇരട്ടിപ്പിച്ചു. ആവേശം, നല്ല പ്രാക്ടീസ് ഉണ്ട്. ഇവിടെ വന്നിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാറ്. ലോങ് ജമ്പിലും ട്രിപ്പിൾ ജമ്പിലുമാണ് നസിന്റെ സുവർണ്ണ നേട്ടം. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV.